ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലബേക്ക് ഇൻ്റഗ്രലിനെ കുറിച്ചാണ്. അപ്പോൾ ലബേക്ക് ഇൻ്റഗ്രലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ലബേക്ക് ഇൻ്റഗ്രലിൽ ഫസ്റ്റ് സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ പ്രൂവ് ചെയ്യും, ഡിഫൈൻ ചെയ്യും. പിന്നീട് നമ്മൾ ബൗണ്ടഡ് ഫങ്ഷൻസിൻ്റെത് ലബേക്ക് ഇൻ്റഗ്രലിനെ ഡിഫൈൻ ചെയ്യും യൂസിങ് സിമ്പിൾ ഫങ്ഷൻസ് വെച്ചിട്ട്. നെക്സ്റ്റ് നോൺ നെഗറ്റീവ് ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ ബൗണ്ടഡ് ഫങ്ഷൻസ് വെച്ച് ഡിസ്കസ് ചെയ്യും. ശേഷം ജനറലായിട്ട് ഏതൊരു ഫങ്ഷൻ്റെയും ലബേക്ക് ഇൻ്റഗ്രലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുമ്പം ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ഫങ്ഷൻസിലേക്ക് തന്നെ കിടക്കാം. പ്രൂവ് ചെയ്യൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രലിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം സിമ്പിൾ ഫങ്ഷൻ എന്തായിരുന്നു എന്ന് നോക്കാം. സിമ്പിൾ ഫങ്ഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആദ്യം സിമ്പിൾ ഫങ്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസിനും ഡിസ്കസ് ചെയ്തു. ഓക്കെ, സിമ്പിൾ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ റേഞ്ച് ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസേ അതിന് ഉണ്ടാവുള്ളൂ. അത്തരം ഫങ്ഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് തന്നെ എടുക്കാം. അതിൽ E1, E2, E3, E4 എന്ന് പറയുന്ന മെഷറബിൾ സബ്സെറ്റുകളുണ്ട്. E1, E2, E3, E4 എക്സെട്ര. അപ്പോൾ അതിൽ E1ലുള്ള വാല്യൂ ഒരു നമ്പർ A1, E2ലുള്ള വാല്യൂ A2, E3ലുള്ള വാല്യൂ A3, A4 അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഇതാണ് സിമ്പിൾ ഫങ്ഷൻസ്. ഇത്തരം ഫങ്ഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇത്തരം ഫങ്ഷൻസിനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ്റെ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെ? φ(x) എന്നാണ് സിമ്പിൾ ഫങ്ഷനെ നമ്മൾ എഴുതുന്നത് എങ്കിൽ വിച്ച് ഇസ് സിഗ്മ k equal to 1 to n ak chi ek. ഓരോ ഇകെകളും മെഷറബിൾ സെറ്റ് ആയിരിക്കണം എക്സെട്ര. അവിടെ E4 എക്സെട്ര അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പം കൂടാതെ ഈ എക്കെകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഉള്ള വാല്യൂസ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ടീഷൻ. എക്കേസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുകയാണ്, ഇവിടെ ഈ A1ഉം A3യും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇകെ എന്ന് പറഞ്ഞ സെറ്റായിട്ട് എടുക്കുക E1 യൂണിയൻ E3 എന്ന് പറയുന്ന സെറ്റിനെയാണ് നമ്മളിവിടെ AK കറസ്പോണ്ടിങ് A1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ. കാരണം ഇതിൽ നമ്മൾ യൂണിയൻസ് എന്ന് എടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ AK എന്നുള്ള വാല്യൂസ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ആയിരിക്കണം. ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കനോണിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞിരുന്നത്. കനോണിക്കൽ ഡീകമ്പോസിഷൻ അല്ലല്ലോ, അതിൻ്റെ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞത്. കൂടാതെ സിമ്പിൾ ഫങ്ഷൻസ് മെഷറബിൾ ആണ്. എപ്പം? ഓരോ ഇകെകളും മെഷറബിൾ ആവുകയാണെങ്കിൽ. അതായത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ കൈ ഇകെ മെഷറബിൾ ആണ്. എപ്പം? ഓരോ ഇകെസും മെഷറബിൾ ആണെങ്കിൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അതുപോലെ സിമ്പിൾ ഫങ്ഷൻസും അപ്പം കറസ്പോണ്ടിങ് കനോണിക്കൽ റെപ്രസെൻറ്റേഷനിൽ എഴുതുമ്പം ഇകെകളൊക്കെ മെഷറബിൾ ആണെങ്കിൽ സിമ്പിൾ ഫങ്ഷൻസും നമുക്ക് മെഷറബിൾ ആണെന്ന് പറയാം. കാരണം നമ്മുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രലിനെ ഡിഫൈൻ ചെയ്യാം. ഫോർ എ സിമ്പിൾ ഫങ്ഷൻ psi defined on a set of finite measure E, we define the integral of psi over E by integral over E psi equal to sigma equal to 1 to n ai measure of EI. എന്താണ്? നമുക്കൊരു സിമ്പിൾ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ ഫങ്ഷൻ psi നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഗിവൺ psi എ സിമ്പിൾ ഫങ്ഷൻ ആണ്.
അങ്ങനെയാണെങ്കിൽ സൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ദറ്റ് ഈസ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ കൈ ഇ ഐ. ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ എ ഐകളും ഡിസ്റ്റിങ്റ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സൈനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇൻ്റഗ്രൽ ഓവർ സൈ ഈ മൊത്തം സെറ്റ് ഇയിലാണ് ഈ സൈ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ സെറ്റും കൂടി ഇവിടെ കാണിക്കും. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ ഇ സൈ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ഫിഗറിന് തന്നെ ആണെങ്കിൽ നമുക്കത് എങ്ങനെ പറയാം? നമ്മളിപ്പം ഡിഫൈൻ ചെയ്ത ഒരു സിമ്പിൾ ഫങ്ഷനാണ് എടുക്കുക. അപ്പം E1 E2 E3 ഒരു 2-3 അതാണ് E1 എന്ന സെറ്റ്, E2 E3. അപ്പോൾ ഇവിടെ A1 എന്നുള്ള വാല്യൂ ആണ്, ഇവിടെ A2 എന്നുള്ള വാല്യൂ ആണ്, ഇവിടെ A3 എന്നുള്ള വാല്യൂ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? A1 ഇൻറ്റു ലെങ്ത് ഓഫ് ഇൻ്റർവൽ E1 അല്ലേ, പ്ലസ് A2 ഇൻറ്റു ലെങ്ത് ഓഫ് E2 പ്ലസ് A3 ഇൻറ്റു ലെങ്ത് ഓഫ് E3. ഇതന്നെയല്ല അവിടുത്തെ ഇൻ്റഗ്രൽ. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദറ്റ് ഈസ് A1 ഇൻറ്റു ലെങ്ത് ഓഫ് E1 നമുക്ക് മെഷർ ഓഫ് E1 ജനറലൈസ് ചെയ്തപ്പം അതൊരു ഇൻ്റർവെൽ ആയതുകൊണ്ട് അവിടെ ലെങ്ത് പറഞ്ഞു അല്ലേ. A2 ഇൻറ്റു മെഷർ ഓഫ് E2 പ്ലസ് A3 ഇൻറ്റു മെഷർ ഓഫ് E3. ഇനി നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം കോമൺ സെയിം ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? A1 ആ കോമൺ വാല്യൂ ഇൻറ്റു ഇവിടെ ഉള്ള അല്ലേ ഇൻ്റർവെല്ലിനെ യൂണിയൻ ആയിട്ട് എടുത്താൽ മതി. E1 യൂണിയൻ E2, അപ്പോൾ ലെങ്ത് ഓഫ് E1 പ്ലസ് ലെങ്ത് ഓഫ് E2 ആ രീതിയിൽ. അപ്പം നമ്മൾ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ട് അതിൽ നിന്നും ഈ ഒരു ഫോർമുല, ഇത് ജനറലൈസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് ഇത് വരുന്നത്. അത് നമ്മുടെ ഇൻ്റഗ്രൽ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്. സിമ്പിൾ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ആ കനോണിക്കൽ റെപ്രസെൻറ്റേഷനെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n എ ഐ മെഷർ ഓഫ് ഇ ഐ. അപ്പോൾ എഴുതുമ്പോൾ ആ കനോണിക്കൽ റെപ്രസെൻറ്റേഷനും കൂടി ആ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ വെർസൈ ഹാസ് കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഗിവൺ ബൈ 1 തന്നിട്ടുണ്ട്, പക്ഷെ അത് കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ലെമ്മ കൂടി കാണാം. ലെമ്മ: let ei equal to 1 to n be a finite disjoint collection of measurable sets of set of finite measure A. For 1 less than or equal to I less than or equal to n, let ai be a real number if psi equal to sigma equal to 1 to n ai chi ei on E, then integral over E psi equal to sigma equal to 1 to n ai a measure of ei. എന്താ തന്നിട്ടുള്ളത്? നമുക്കൊരു സെറ്റ് ഉണ്ട്, ഇ ഐ എന്നാണ് അല്ലേ, സെറ്റ് ഇ ഉണ്ട്. ഈ ഇ എന്ന് പറയുന്നത് യൂണിയൻ ഐ ഈക്വൽ ടു 1 to n ഇ ഐ ആണ്. ഓരോ ഇ ഐകളും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഇ ഐകളുടെ യൂണിയൻ ആയിട്ട് വരുന്നൊരു സെറ്റാണ് ഇ. ഈ ഇയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത് ഫൈ. ആ ഫൈയുടെ എന്താണ് ആ ഫംഗ്ഷൻ? വിച്ച് ഇസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ കൈ ഇ ഐ. ഓക്കെ, ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം എന്താ, ഇപ്പോൾ ഇത് സിമ്പിൾ ഫംഗ്ഷൻ തന്നെയല്ലേ എന്നൊരു സംശയം തോന്നും. നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻ്റെ കനോണിക്കൽ സിമ്പിൾ ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ല ഇത്. ഇത് സിമ്പിൾ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ എ ഐ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്റ്റ് ആണ് തന്നിട്ടില്ല. ഓക്കെ, എനി റിയൽ നമ്പർ. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന ആർക്കും ഇവിടെ ഡിസ്റ്റിങ്റ്റിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഇൻ്റഗ്രൽ പ്രോപ്പർട്ടി എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയുന്നത്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ മെഷർ ഓഫ് ഇ ഐ. അതായത് സിമ്പിൾ ഫംഗ്ഷൻസിൽ നമ്മൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇത് ഡിസ്റ്റിങ്റ്റ് അല്ല, ഐസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്കിത് അപ്ലൈ ചെയ്യാം എന്നാണ് ഈ ഒരു ലെമ്മ പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇ ഐ ഈക്വൽ ടു 1 to
i equal to 1 to n is disjoint but above may not canonical representation അല്ല. കാരണം AIs ഒന്നും ഡിസ്റ്റിങ്റ്റ് ആവണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള വാല്യൂസിന്, അതായത് A1 A2 എക്സെട്ര അതിലൊക്കെ കോമൺ വാല്യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോമൺ വാല്യൂസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ കോമൺസിനെ എല്ലാവരും കൂടി കൂട്ടിയിട്ട്, അതായത് അവിടെ EI എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു EI എടുത്തു കഴിഞ്ഞാലും അല്ലേ, ഓരോ EI എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു AI ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ E1ലും E5ലും ചിലപ്പം A1 തന്നെ ആയിരിക്കും വാല്യൂ. അപ്പോൾ അത്തരം കേസിൽ E1 യൂണിയൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വരുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ ആളായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിനെ ഞാൻ λ1 എന്ന് വിളിക്കുകയാണ്, A1നെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ ഉണ്ടാവുക, A1 ഇൻറ്റു കൈ E1 പ്ലസ് എക്സെട്ര A1 ഇൻറ്റു കൈ E5 ഉണ്ടാവും. കാരണം സെയിം വാല്യൂ ആണെങ്കിലും ഇത് ഡിസ്റ്റിങ്റ്റ് ആയിട്ടല്ല ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്തരം കേസിൽ നമ്മൾ ഈ A1, അതായത് കോമൺ വരുന്ന വാല്യൂവിനെ λ1 എന്ന് വിളിക്കുകയാണ്. ഈ രണ്ട് സെറ്റിൻ്റെയും കൂടി യൂണിയൻ E1 യൂണിയൻ E5 എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് A1 എന്ന് വിളിക്കാം. ആ ഒരു രീതിയിൽ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്ത് റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്ന ആക്കി കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഈ റിപ്പീറ്റ് ചെയ്യാത്ത ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ കളക്ഷനെ ഞാൻ എടുക്കുകയാണ്. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നതുണ്ട്, ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കി, അതായത് നമ്മളിപ്പോൾ സെറ്റായിട്ട് ഡിഫൈൻ ചെയ്യും പോലെ കോമൺ വരുന്ന എലമെൻസിനെ ഒരൊറ്റ തവണ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിന് റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണ്. ലെറ്റ് λ1 λ2 എക്സെട്ര λm. അപ്പോൾ ഈ λ1 λ2 എക്സെട്ര λm എന്ന് പറയുന്ന ആളുകൾ ഡിസ്റ്റിങ്റ്റ് ആണ്. ഓക്കെ, λ1 λ2 എക്സെട്ര λm. ഈ A1 A2 എക്സെട്ര ഉള്ള ആളുകൾ തന്നെയാണ്. അതിൽ ഡിസ്റ്റിങ്റ്റ് വാല്യൂസ് മാത്രമാണ് λ1 എക്സെട്ര λm. അപ്പോൾ എന്തായാലും ANകളുടെ എണ്ണം അത്രയും എണ്ണം λmകൾ ഉണ്ടാവില്ല, അതിൽ കുറവായിരിക്കും M ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിങ്റ്റ് വാല്യൂസ് ഓഫ് സൈ എടുത്തു. അങ്ങനെ കറസ്പോണ്ടിങ് ഈ λ1 വരുന്ന എല്ലാ സെറ്റുകളും, അത് നമ്മൾ പറഞ്ഞു λ1 എന്നുള്ള A1 ആണ്, A1 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ സെറ്റുകളിൽ ആ വാല്യൂസ് വരാം. അപ്പോൾ ഈ λ1 എന്ന് പറയുന്ന വാല്യൂ വരുന്ന സെറ്റുകളുടെ കളക്ഷന് ഞാൻ A1 എന്നായിട്ട് എടുക്കും. λ2 വരുന്നത് A2. അപ്പോൾ ഈ ചില കേസുകളിൽ അത് EKകൾ തന്നെ ആവാം, ചില കേസുകളിൽ ഒന്നോ രണ്ടോ EKകളുടെ അല്ലെങ്കിൽ രണ്ടിലധികം EKകളുടെ യൂണിയനായിട്ട് AJ വരാം. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് A1 E1ൽ, A2 E2ൽ ഈ രീതിയിലാണ്. അപ്പോൾ എവിടെയൊക്കെയോ ചിലപ്പോൾ സെയിം ഉണ്ടാവും. അഗെയിൻ A1 തന്നെ E7ൽ, A3 E3ലും വരാം, E9ൽ വരാം, E11ൽ വരാം, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ കോമൺ ഇത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാം എന്നുള്ള രീതിയിലാണ് ഈ റെപ്രസെൻറ്റേഷൻ നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് λ1. ഇപ്പം λ1 A1 തന്നെ കൊടുത്തു, λ2 A2 കൊടുത്തു, അങ്ങനെ λ3 A3 കൊടുത്തു, പിന്നെ അങ്ങനെ ഇങ്ങനെ λn കൊടുത്തു. അപ്പോൾ ഈ 7ൽ വന്ന് നോക്കുമ്പോൾ A7 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ A1ഉം A7ഉം ഈക്വൽ ആണ് അല്ലേ, A1 ഈക്വൽ ടു A7 ആണ്. അപ്പോൾ 2 തവണ അത് എഴുതാതെ ഒറ്റ തവണ മാത്രം ആ വാല്യൂ എഴുതി. ഓക്കെ, A2 വേറെ വരുന്നില്ല എന്ന് വിചാരിക്കാം. A3 എന്ന് പറയുന്നതും A9 എന്ന് പറയുന്നതും A11 എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. ആ ഒരു വാല്യൂ λ3 ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഡിസ്റ്റിങ്റ്റ്. അപ്പം കിട്ടിയിട്ടുള്ള കളക്ഷൻ λ1 λ2 എക്സെട്ര λm എന്ന് പറഞ്ഞാൽ M എണ്ണം കിട്ടും. അത് എന്നിനേക്കാൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ A1കളൊക്കെ ഡിസ്റ്റിങ്റ്റ് ആണെങ്കിൽ അത് ഈക്വൽ ആവും, അല്ലെങ്കിൽ എന്തായാലും അതിനേക്കാൾ കുറവേ വരുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഡിസ്റ്റിങ്റ്റ് ആണ്. λ1 λ2 എക്സെട്ര λm എന്ന് പറയുന്ന ആളുകളൊക്കെ ഡിസ്റ്റിങ്റ്റ് ആണ്. ഇനി ഈ λ1 വാല്യൂ വരുന്നത് എവിടേക്കാണ്? A1ലും വരുന്നുണ്ട്, A7ലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ A1 യൂണിയൻ A7 എന്ന് പറയുന്ന ഈ λ1 വാല്യൂ വരുന്ന ഈ കളക്ഷനെ ഞാൻ ക്യാപിറ്റൽ A1 എന്ന് വിളിച്ചു. λ2 വരുന്നത് A2ൽ മാത്രമാണ്, അപ്പോൾ അതിനെ ഞാൻ ക്യാപിറ്റൽ A2 എന്ന് വിളിക്കുകയാണ്. λ3 വരുന്നത് 3 സെറ്റുകളുണ്ട്, E3 ഇവിടെ A1 വരുന്നതല്ല, ഇവിടെ A1 വരുന്ന E1 ആണ്, സെറ്റ് ആകുമ്പോൾ E7, A2 വരുന്ന E2, ഇവിടെ E3 E9 E11 ഈ 3 സെറ്റുകളുടെയും കൂടി യൂണിയനെ ഞാൻ A3 എന്ന് വിളിച്ചു. ആ രീതിയിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടി AJകളുടെയും λJകളുടെയും ടേംസിൽ. ഇത് തന്നെയാണ് ആരും വരിക, സൈൻ. അപ്പോൾ സൈനെ നമുക്കിനി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം?
psi equal to sigma I equal to 1 to n AI chi EI എന്നായിരുന്നു നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. ഇതിനെ വേണമെങ്കിൽ സിഗ്മ ജെ ഈക്വൽ ടു 1 to m ലാംഡ ജെ എ ജെ എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ ഉള്ള പ്രത്യേകത, ഇവിടെ എ ഐസ് ഒന്നും ഡിസ്റ്റിങ്ക്റ്റ് അല്ല, ഇവിടെ ലാംഡ ജെകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഇറ്റ്സ് എ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആണല്ലോ. ഇത് ഈ സിമ്പിൾ ഫംഗ്ഷൻ്റെ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെ വേണമെന്നില്ല, ഏത് റെപ്രസെൻറ്റേഷൻ തന്നാലും ഇൻ്റഗ്രൽ സെയിം ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ബൈ ഡെഫിനിഷൻ വിച്ച് ഈസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to m ലാംഡ ജെ മെഷർ ഓഫ് എ ജെ എന്ന് എഴുതും. ഓക്കെ, ലാംഡ ജെ മെഷർ ഓഫ് എ ജെ എന്ന് എടുക്കാം. ഇനി എ ജെകൾ എന്താ? നമ്മൾ ഈ എടുക്കുന്ന E1 E2 എക്സെട്ര EN എടുക്കുന്നു. ഇവിടെ ഇവർ E1 ഓക്കെ ആവുന്ന ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ എടുത്തിട്ട് അത് യൂണിയൻ ജെ ഈക്വൽ ടു 1 to m ഐ ജെ, ഇവിടെ ഐ ജെ ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇവിടെ ഇ ജെ ആയിട്ടല്ല ഐ ജെ ആയിട്ട്, അതായത് ഒരേ വാല്യൂസ് വരുന്ന ആളുകൾ ഐ ജെ ആയിട്ട് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ ജെനെ ജെ ഈക്വൽ ടു 1 to m ഐ ജെ എന്ന് നമുക്ക് പറയാം. സോറി, ഐ ജെ അല്ല. ഓക്കെ, എടുക്കാം. ഇനി ഇതിൽ 1 to എക്സെട്ര n എന്ന് വരുന്ന ഓരോ ഇൻഡിസസ്, ഐ ജെ എന്ന് പറയുന്ന സെറ്റ് ഞാൻ ഡിഫൈൻ ഒരു ഇൻഡെക്സ് സെറ്റാണ്. സച്ച് ദാറ്റ് എ ഐ ഈക്വൽ ടു ലാംഡ ജെ ആവുന്നത് ഏതിനൊക്കെ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു A1ഉം ഇവിടെ I1 ഐ ജെ എന്ന് പറയുന്നത് ലാംഡ 1 വരുന്ന ഇൻഡെക്സ് ഏതൊക്കെയാണ്? A1ഉം A7ഉം വരുന്നുണ്ട്. അപ്പോൾ I1 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് I1 എന്ന് പറയുന്നത് ആ ഇൻഡെക്സുകൾ 1ഉം 7ഉം. I2 ഇവിടെ 2 എടുക്കുക, കാരണം A2 മാത്രമാണ് വരുന്നത് ആ ഇൻഡെക്സ്. I3 3 വരുന്നുണ്ട്, അതൊക്കെ 3, 9, 11. ഈ രീതിയിൽ നമ്മൾ എല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്ന അതാണ് ഇൻഡെക്സ് സെറ്റ്. ഓക്കെ, അപ്പം ഈ ടോട്ടൽ എണ്ണത്തിന് ഈ m വരെയുള്ള ഇൻഡെക്സ് സെറ്റുകളായിട്ട് തന്നെ നമുക്ക് എഴുതാം. 1 to എക്സെട്ര എന്ന് പറയുന്ന എല്ലാവരും ഏതിലുണ്ടാവും? I1 I2 I3യുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കിട്ടും. ഓക്കെ, ഇനി മെഷർ ഓഫ് എ ജെ എന്താ? നമുക്ക് ഇതിനെയാണ് ഇനി മാറ്റി എഴുതി കൊണ്ടുപോകേണ്ടത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ജെ. ഓക്കെ, ഇനി മെഷർ ഓഫ് എ ജെ എന്ന് പറയുന്നത് സിഗ്മ അതായത് എ ജെ എന്ന് പറയുന്നത് എന്താ? സം യൂണിയൻ ഓഫ് ഇ ജെകളല്ലേ? ഏതൊക്കെയോ യൂണിയൻ, അതിനെ നമ്മൾ ഇൻഡെക്സ് സെറ്റ് എടുത്തിട്ടുണ്ട് ഐ. അപ്പോൾ ഐ ഇൻ ഐ ജെ ഇ ജെ ആണ് അല്ലേ? എ ജെയിൽ വരുന്ന ഇൻഡെക്സുകൾ ആരൊക്കെയാണോ അവരാണ് നമ്മൾ ഐ ജെ ആയിട്ട് ചൂസ് ചെയ്തത് അല്ലേ? ലാംഡ 1 എന്ന് പറയുന്ന വാല്യൂസ് വരുന്ന ആളുകളുടെ സെറ്റ് ടോട്ടൽ യൂണിയനാണിത്. ലാംഡ 1 എന്ന് പറയുന്ന വാല്യൂസ് വരുന്ന ഇൻഡെക്സുകളാണ് ഐ ജെയിലുള്ളത്. അപ്പോൾ E1 E2 എക്സെട്ര അല്ലേ? നമ്മളിവിടെ കണ്ട പോലെ എ ജെ എന്ന് പറയുന്നത് ഇവിടെ A1 എന്ന് പറയുന്ന ആരാ? E1 യൂണിയൻ E7 ആണ്. അതായത് I1ലുള്ള യൂണിയൻ I1ലുള്ള 1ഉം 7 ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ അല്ലേ യൂണിയൻ ഐ ഇൻ I1 ഈ ഐ എന്ന് എഴുതിക്കൂടെ ഏനെ A1നെ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ എ ജെനെയും യൂണിയൻ ഐ ഇൻ ഐ ജെ ഇ ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എ ജെ ഈക്വൽ ടു യൂണിയൻ ഐ ബിലോങ്സ് ടു ഐ ജെ ഇ ജെ. ഓരോ ഇ ജെകളും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെഷർ ഓഫ് ഇ ജെ എന്താ? മെഷർ ഓഫ് എ ജെ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ഐ ഇൻ ഐ ജെ മെഷർ ഓഫ് ഇ ജെ ആയിരിക്കും അല്ല? യൂണിയൻ്റെ മെഷർ സമ്മിൻ്റെ മെഷറാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആവുന്നതുകൊണ്ട്. സോ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സിഗ്മ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഇ സൈ എന്നുള്ളതിന് സിഗ്മ ഐ ജെ ഈക്വൽ ടു 1 to m മെഷർ ഓഫ്
ലാംഡ എം ജെ ഇൻറ്റു മെഷർ ഓഫ് എ ജെ എന്ന് എഴുതി. ഇനി മെഷർ ഓഫ് എ ജെനെ എങ്ങനെ എഴുതാം? സിഗ്മ ജെ ഈക്വൽ ടു 1 to m ലാംഡ ജെ ഇൻറ്റു സിഗ്മ ഐ ബിലോങ്സ് ടു ഐ ജെ മെഷർ ഓഫ് ഇ ജെ എന്ന് എഴുതാം അല്ലേ. ഇനി ഓരോ ഐ ജെ ലാംഡ ജെകളെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റിങ്റ്റ് ആണ്. പക്ഷേ ലാംഡ ജെകൾ ഐ ജെയിലെത്തുമ്പം ഓരോ ഐ ജെയിലും ഈ ലാംഡ ജെ എ ജെക്ക് ഈക്വൽ ആണല്ലോ, സോറി എ ഐക്ക് ഈക്വൽ ആണല്ലോ അല്ലേ. ലാംഡ ജെ എന്ന് പറയുന്നത് ഐ ജെയിലുള്ള ഇങ്ങോട്ട് മാറ്റുമ്പം അപ്പം എന്ത് വരും? സിഗ്മ ജെ ഈക്വൽ ടു 1 to m. ഇവിടെ സിഗ്മ ഐ ബിലോങ്സ് ടു ഐ ജെ എന്താ? ലാംഡ ജെകളെല്ലാം എ ഐകൾക്ക് ഈക്വലാണ്. ഇവിടെയുള്ള A1 A7 A3 എല്ലാത്തിനും ആര് ഈക്വലാണ്? ഈ ലാംഡ 1 എന്നുള്ളത് ഈക്വലാണ്. സോ ഐ ക്യാൻ ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു എ ഐ ഇൻറ്റു മെഷർ ഓഫ്, ഇവിടെ ഇ ജെ അല്ല കേട്ടോ, ഇ ഐ, മെഷർ ഓഫ് ഇ ഐ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to m സിഗ്മ ഐ ജെ എ ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ. എന്താ വരുന്നത്? ഐ ജെയിൽ വരുന്നത്, അതായത് A1 ഇൻറ്റു മെഷർ ഓഫ് E1 പ്ലസ് A2 അല്ലേ. I1 എന്ന ഇൻഡെക്സ് എടുക്കത്തിന് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ജെ ഈക്വൽ ടു 1 കൊടുക്കുമ്പം ഐ ബിലോങ്സ് ടു I1 എന്ന് പറയുന്നത് എ ഐൻ്റെ മെഷർ ഓഫ് എ. അപ്പോൾ അതിൽ വരുന്ന എല്ലാവരും ഇപ്പോൾ A1 I1ൽ വരുന്നത്, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിലാണെങ്കിൽ A1 മെഷർ ഓഫ് E1 പ്ലസ് A7 മെഷർ ഓഫ് E7 എന്ന് വരും. പിന്നെ ജെക്ക് 2 കൊടുക്കുമ്പോൾ ഐ ജെയിൽ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ A2 മെഷർ ഓഫ് E2 എന്ന് വരും. A3 എടുക്കുമ്പോൾ ജെക്ക് 3 എടുക്കുമ്പോൾ അവിടെ 3 ഐ ജെയിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. A3 മെഷർ ഓഫ് E3 പ്ലസ് A7 മെഷർ ഓഫ് E7, സോറി A9 മെഷർ ഓഫ് E9 പ്ലസ് A11 അങ്ങനെ വരും. അപ്പോൾ അതായത് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? ഇറ്റ്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു, വേണമെങ്കിൽ ഐ എന്നെ കൊടുക്കാം, 1 to n എ ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ. എല്ലാവരും വരുന്നുണ്ട് അല്ലേ. എല്ലാ A1 ടു എല്ലാ ആളുകളെയും ഇതിൽ റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ ഓവർ സൈ ഈനെ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് കിട്ടും. ഒന്നുകൂടിയും പറയാം. നമ്മുടെ ലെമ്മയിൽ പറയുന്നത് കനോണിക്കൽ ഡീകമ്പോസിഷൻ അല്ലാതെ നമുക്ക് സിമ്പിൾ ഫംഗ്ഷനെ നമ്മൾ, അതായത് അവിടെയുള്ള ആ ഡിസ്റ്റിങ്ക്റ്റ്, നീറ്റ് നോട്ട് ബി ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതെ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്താൽ പോലും ഇൻ്റഗ്രൽ നമുക്ക് ആ രീതിയിലും പറയാം. അതായത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ കനോണിക്കൽ ഡീകമ്പോസിഷൻ വെച്ചിട്ടാണ്. അതായത് അവിടെ എ ഐകളുടെ വാല്യൂസ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുത്തിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. അത് ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതെ നമുക്ക് റിപ്പീറ്റേഷൻ കൊടുത്തിട്ട് ചെയ്താലും അത് ഈക്വൽ ആവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡിസ്റ്റിങ്ക്റ്റേ അറിയുള്ളൂ. അപ്പോൾ ആദ്യം ആ വാല്യൂസിനെ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിട്ട്, അതായത് ഇതിൻ്റെ കനോണിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റി. അങ്ങനെ കനോണിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുമ്പം നമുക്ക് A1 A2 പകരം ലാംഡ 1 ലാംഡ 2 എന്ന് പറയുന്ന വാല്യൂസ് മാത്രം വരും. അതുപോലെ ഇവയുടെ ഓരോ A1 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ലാംഡ 1 എന്ന് പറയുന്ന വാല്യൂ പല സെറ്റുകളിലും ഉണ്ടാവാം. റിപ്പീറ്റേഷൻ പോസിബിൾ ആയതുകൊണ്ട് അവിടെ പല സെറ്റിലും ഉണ്ടാവാം. അങ്ങനെ വരുന്ന എല്ലാ സെറ്റിനും കൂടി യൂണിയനായിട്ട് ഞാൻ എ ജെ, ലാംഡ ജെ എന്ന് പറയുന്ന വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകളായിട്ട് എ ജെ എടുത്തു. ഈ എ ജെ എന്ന് പറയുന്നത് ഏതൊക്കെയോ ഈ ഐകളുടെ യൂണിയനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഇൻഡെക്സ് സെറ്റിനെ ഐ ജെ ആയിട്ടും ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? മെഷർ ഓഫ് എ ജെ എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടബിൾ അഡിറ്റിവിറ്റി പ്രകാരം സിഗ്മ ഐ ഇൻ ഐ ജെ മെഷർ ഓഫ് ഇ ഐ ആണെന്ന് കിട്ടും. പിന്നെ നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ മെഷർ ഓഫ് എ എന്ന് പറയുന്നത് നമ്മളിതിൽ ഓക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഐ ജെകളുടേത് മാറ്റി ഈ റെപ്പിറ്റേഷൻ നമ്മുടെ ആദ്യം സിമ്പിൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം, സിമ്പിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം കൊടുത്തു. ഇവർ മറ്റൊരു രീതിയിൽ ബാക്ക്വേർഡായിട്ട് നമ്മൾ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തത്. അതായത് എ ഐ എം ഐ ഐനെ കൊണ്ടുവന്നു അത് ഈ ഇക്വേഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഡെഫിനിഷൻ്റെ നമ്മൾ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് തുടങ്ങി ഇവിടേക്ക് എത്തിച്ചു. ഏതായാലും ഈക്വലാണ്. അപ്പോൾ ഇതാണ് അവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.